നമസ്കാരം. നവീൻ ബാബുവിൻ്റെ കൊലപാതകം എന്ന് ഞാൻ കൃത്യമായി പറയും. കാരണം ഞാൻ തുടക്കം മുതൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കൊലപാതകമാണെന്ന് എല്ലാവരും ഏറ്റു പറയാൻ തുടങ്ങിയിരിക്കുന്നു. മഞ്ജുഷ, നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനിലും അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കൊലപാതകമാണെന്ന്. നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം തന്നെ പിന്നെ രാവിലെ മുതൽ ഞാൻ വാച്ച് ചെയ്തിരുന്നു അവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ. അവിടെയുള്ള പല ആളുകളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നവീൻ ബാബു കൃത്യമായി കൊല്ലപ്പെട്ടതാണ്. അതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അവിടെ തിരുവനന്തപുരത്തെ ചില മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹെഡ് വെയ്റ്റ്സുകളും മാത്രമല്ല, കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും അതേപോലെ കളക്ടറും അടക്കം അതിൽ പങ്കാളികളാണെന്ന് കൃത്യമായി ക്രൈം ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു സുപ്രധാനമായൊരു കാര്യമാണ്, ഈ നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം രാവിലെ 5:30 മണിക്കാണല്ലോ നവീൻ ബാബുവിൻ്റെ കുടുംബം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിന്ന് നവീൻ ബാബുവിനെ ഓരോ ബോഗിയിലും പരിശോധിച്ച് നോക്കി. നവീൻ ബാബു ഇറങ്ങുന്നില്ല കണ്ട് വികലതപ്പെട്ട് നേരെ കണ്ണൂരിലേക്ക് വിളിക്കുന്നതും അവസാനം ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവർ ചെല്ലുന്നതുമെല്ലാം. അതായത് ADMൻ്റെ ഡ്രൈവറാണ് ഷംസുദ്ദീൻ. തലേ ദിവസം മുനീശ്വരൻ കോവിലിൽ ഇറക്കിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ മുനീശ്വരൻ കോവിൽ പോയി ഇറക്കി എന്ന് പറയുന്നത് മുതലുള്ള ദുരൂഹത എത്തിച്ചേരുന്നത് ഈ കൊലപാതകം വരെയാണ്. ഈ കൊലപാതകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് എന്ന് പറയുന്നത്, പുറത്തു വന്ന തെളിവ്, ക്രൈം പുറത്തുവിട്ടത് ഒരു അജ്ഞാത വാഹനം ഈ വീടിന് മുന്നിൽ പുലർക്കാലത്തുണ്ടായിരുന്നു. 4:30 മണിക്കും 5:30 മണിക്കും ഇടയിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഒരു കള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഒരു തട്ടിപ്പാണ്, 100% ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇത് AKG സെൻ്ററിനോ അല്ലെങ്കിൽ കളക്ടറോ എഴുതി കൊടുത്ത അല്ലെ പറഞ്ഞു കൊടുത്ത പ്രകാരം തയ്യാറാക്കിയ ഒരു സംഭവമാണെന്ന് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിഹാര കേന്ദ്രമാണ്. ഏത് കൊലപാതകികൾക്ക് പോലും സുരക്ഷിതത്വം നൽകുന്ന സ്ഥലം. മുമ്പ് ഞാൻ കോവിഡ് സമയത്ത് ഇവിടെ രോഗികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാർത്ത ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനെതിരെ കേസൊക്കെ എടുത്തു. ഇതുവരെ അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് പോയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അതിനുള്ള ആവശ്യമായ തെളിവുകൾ കൊടുത്തെങ്കിലും അത് അന്വേഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്കെതിരെ കേസെടുത്തു. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ പോലീസ് ഈ കേസ് കൊലപാതകമാണെന്ന് പറയുന്ന സംഭവത്തെ ദ്രുതഗതിയിൽ അത് എന്താക്കി മാറ്റി, ആത്മഹത്യയാക്കി മാറ്റി. പിന്നെ ഇപ്പോൾ പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം തന്നെ ഹൈക്കോടതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ട്. അതായത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഈ കേസിനെ അട്ടിമറിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് ഇങ്ങനെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നത്. കൊലപാതകമാണെന്ന് ഉള്ള കാര്യത്തിൽ ആത്മഹത്യയാക്കി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന കോടതി വിചാരണ സമയത്ത് കോടതിയിലെത്തുന്ന തെളിവുകളിൽ നിന്ന് ആ കേസെ തള്ളിപ്പോവും, ദിവ്യ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇതാണ് നിയമപരമായ അറിവാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു അജ്ഞാത വാഹനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഷാജഹാനാണ്, KM ഷാജഹാനാണ് പറഞ്ഞത്. ഷാജഹാൻ പറഞ്ഞു, രാത്രി മുനീശ്വരൻ കോവിലിൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവർ ADMൻ്റെ കാറിൽ അവിടെ മുനീശ്വരൻ കോവിൽ ഇറക്കിയ ശേഷം അവിടെ നിന്ന് ഒരു അജ്ഞാതമായ വാഹനം, അതായത് ഒരു ഇന്നോവ കാർ വരികയും അതിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ദിവ്യയുടെ വീടിന് മുന്നിൽ വരെ കൊണ്ടുപോയി എന്നാണ്. എന്നാൽ എനിക്ക് കിട്ടിയ വിവരം, ദിവ്യയുടെ വീട്ടിൽ ദിവ്യ ആ വാഹനത്തിൽ കയറിയിരുന്നു. അതിനുശേഷം ഒരു അജ്ഞാത സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് ദിവ്യ ഈ പറയുന്ന നവീൻ ബാബുവിനെ ചവിട്ടുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കണ്ണൂർ ഭരിക്കുന്നത് ഞാനാണ്. ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ പരിഹസിക്കുകയോ ഞാൻ പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കുകയോ അതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മൃഗീയമായ രൂപത്തിൽ അവർ ചവിട്ടുകയും അതേപോലെ മുഖത്തടിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ ആരാണ്?
ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ വളരെ ആസൂത്രിതമായി തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളിലെയും ജയിൽ പുള്ളികളാണ്. അതേപോലെ പി ശശിയുടെ വലങ്കൈകളാണ്. പി ശശി പല കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കൊട്ടേഷൻ ടീമിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഇത് ഈ കൊട്ടേഷൻ ടീമിലെ കൊട്ടേഷൻ ടീം ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഇവരെ കാറിൽ ഈ ഇന്നോവ കാർ കൊടുക്കുകയും ആ ഇന്നോവ കാറിൻ്റെ നമ്പർ മാറ്റുകയും ആ ഇന്നോവ കാർ വെള്ള ഇന്നോവ കാർ കറക്റ്റാണ് ഷാജഹാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞ ആളും പറഞ്ഞത് ഇൻഫർമേഷൻ കിട്ടിയ വിവരം അങ്ങനെ തന്നെയാണ്. അതായത് ആ കാർ വെള്ള ഇന്നോവ കാർ തന്നെയാണ്, വെള്ള കാറിലാണ് വന്നു എന്ന് പറയുന്നത്. വെള്ളക്കാറിൽ ഒരു 5-6 പേരുണ്ടായിരുന്നു എന്ന് ആണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഏകദേശം 5:30 മണിക്ക് ADMൻ്റെ വീടിൻ്റെ മുന്നിൽ ആ കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഇന്നോവ കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന്, അവിടെ കണ്ടിരുന്നു എന്ന കാര്യം ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ ഒരു അജ്ഞാതരായ ആളുകളെയും ADMൻ്റെ വീടിന് മുന്നിൽ കണ്ടു എന്ന് പറയുന്ന കാര്യം പുറത്തുവിട്ടുള്ളത് ഞാനാണ്. അതായത് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം കയറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വന്നു. 0.5 സെൻറ്റിമീറ്റർ റൗണ്ടുള്ള വിസ്തൃതിയുള്ള ഈ കയർ, അതായത് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിത്തൂക്കി എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കയറിൽ ഒരിക്കലും കെട്ടിത്തൂക്കി കൊല്ലാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. പകരം കൊന്ന ശേഷം, അതായത് അനങ്ങാത്തൊരു ബോഡിയെ കെട്ടിത്തൂക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടുതൽ സമയം നിർത്താൻ പറ്റില്ല. ഏകദേശം ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏകദേശം ഒരു 5:30 മണി സമയത്തായിരിക്കണം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവുക. അതിന് മുമ്പ് അല്ലെങ്കിൽ 4:45 മണിക്കൂറിനായിരിക്കാം കെട്ടിത്തൂക്കിയാണ്. ഇവർ 7 മണിക്കാണ് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഷംസുദ്ദീനും മറ്റു സംഘങ്ങളും കയറി വരുന്നത്. അതായത് കളക്ടറുടെ ഗൺമാനും അടുത്ത വീട്ടുകാരനും കയറി വരുന്നത്. അവിടെയാണ് വലിയ ദുരൂഹത. ഈ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ അല്ലാന്ന് ആദ്യം ഞാൻ പറഞ്ഞത്. വാതിൽ അടച്ചുപൂട്ടിയിരിക്കും. ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടാവും. അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പില്ല എന്നുള്ളത് രേഖപ്പെടുത്തി കഴിഞ്ഞു. 3, ആ കുടുംബവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രി ഉണ്ടായ സംഭവങ്ങളെല്ലാം, ഉച്ചയ്ക്കുണ്ടായ സംഭവങ്ങളെല്ലാം കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട്. ആരെ? ഭാര്യയും കുട്ടികളെയും. മാത്രമല്ല 11 മണി വരെ അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ട്രെയിനിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ എനിക്ക് കിട്ടിയ വിവരം, ട്രെയിനിൽ കയറി അദ്ദേഹത്തെ ഒരു അശ്ലീല വീഡിയോ അയച്ചു കൊടുത്ത്, അദ്ദേഹത്തെ ഫാബ്രിക്കേറ്റഡ് ആയ അശ്ലീല വീഡിയോ അയച്ചു കൊടുത്ത് താങ്കളെ നശിപ്പിക്കും, വീട്ടിലെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അറിയിക്കും, മര്യാദയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അയച്ചു കൊടുത്തത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് പ്രകാരം അദ്ദേഹം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ അജ്ഞാത വാഹനത്തിൽ കയറുകയും ആ ഇന്നോവ കാർ തന്നെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് കിട്ടിയത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദിവ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് ചവിട്ടിക്കൂട്ടി ആണ്, പിന്നെ ബോധം കെടുത്തിയിട്ടായിരിക്കാം അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവുക. കെട്ടിത്തൂക്കിയ ശേഷമായിരിക്കാം അദ്ദേഹം മരണപ്പെട്ടുണ്ടാവുക. അല്ലെങ്കിൽ വളരെ കൊന്നിട്ടായിരിക്കാം അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവുക. ഇപ്പം ഉള്ള സാധ്യതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൊന്നിട്ട് കെട്ടിത്തൂക്കി തന്നെയാണെന്ന് നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ സാധന സാമഗ്രികളൊക്കെ മറഞ്ഞു കിടന്നിരുന്നു. എന്തിനാണ് ഈ നവീൻ ബാബുവിൻ്റെ കൊന്നത് എന്നുള്ളതിന് ധാരാളം സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പിണറായിൻ്റെ മകൾ, അതേപോലെ എം വി ഗോവിന്ദൻ്റെ ഭാര്യ, EP ജയരാജൻ, അതേപോലെ ശ്രീമതി ടീച്ചർ, MV ജയരാജൻ തുടങ്ങിയിട്ടുള്ള പി ശശി തുടങ്ങിയുള്ള നേതാക്കന്മാർക്ക് അവിടെ അനധികൃത ഇതേപോലെ പെട്രോൾ പമ്പുകളും അതേപോലെ അനധികൃത സ്ഥലങ്ങളും പല വ്യാജരേഖകളുണ്ടാക്കി സ്ഥലങ്ങളും കയ്യേറിയിട്ടുണ്ട്. അവരുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവരുടെ ബിനാമികളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബിനാമികളുടെ പേരിലേക്ക് മാറ്റിയ ഇതിൻ്റെ എല്ലാ രേഖകളും ആരുടെ കൈവശമുണ്ട്?
നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ട്. അത് തട്ടിയെടുക്കുക മാത്രമല്ല അത്തരം തെളിവുകൾ നശിപ്പിക്കുക, ജീവനോടെ അദ്ദേഹത്തെ കുഴിച്ചുമൂടുക, ഇനിമേലിൽ ഇത്തരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് വെയ്റ്റ്സുകളോട് ഏറ്റുമുട്ടിയാൽ ഇതായിരിക്കും അനുഭവം എന്ന് എല്ലാവരും ബോധിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് 100% സത്യമാണ്. ഇവിടെ കൊലപാതകമാണെന്നുള്ളതിൻ്റെ 1, 2, 3, 4 തെളിവുകളിലാണ്. ഏറ്റവും അവസാനം വന്ന് അനിൽ പി നായർ എന്ന് പറയുന്ന അവരുടെ ബന്ധുവായ അഡ്വക്കേറ്റ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതും എങ്ങനെയാണ്? അവരുടെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പാണ്. ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അജ്ഞാതമായ ചില ബോഡികൾ കിട്ടുമ്പോൾ, ബന്ധുക്കളെ കിട്ടാതെ വരുമ്പോൾ ഇൻക്വസ്റ്റ് നടത്താം. അത് സാഹചര്യമാണ്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല. കൃത്യമായി ബന്ധുക്കൾ വരുന്നുണ്ട്, ഞങ്ങൾ വന്നിട്ടേ ഇതൊക്കെ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ ഇങ്ങനെയൊരു സംഭവം നടത്തരുത്, പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടും അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് കൃത്രിമമാണ് എന്ന് വളരെ ബോധ്യമാണ്. ഒരു വിദഗ്ധനായ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു ഡോക്ടർ കൃത്യമായി എഴുതി കൊടുത്ത ഒരു പോസ്റ്റ്മോർട്ടം കൊലപാതകമുള്ളത് ആത്മഹത്യയാക്കാം, ആത്മഹത്യയുള്ളത് കൊലപാതകമാക്കാൻ പറ്റും. എന്തായാലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന പോലെ ഏത് കുറ്റകൃത്യം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇൻക്വസ്റ്റിൽ രക്തക്കറ കണ്ടു എന്ന് പറയുന്നൊരു കാര്യം, അടിവസ്ത്രത്തിലെ രക്തക്കറ കണ്ടു എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ കൃത്യമായി എഴുതി വെച്ച കാര്യം, ആ പോലീസുകാരൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് പുറത്തു വരണമെന്ന ഉദ്ദേശത്തോടുകൂടി എഴുതിയതായിരിക്കാം. എനിക്കറിയാം, കവിയൂർ കേസിൽ കൊലപാതകം ചെയ്യാൻ പോയ ഒരു പോലീസുകാരനാണ് എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തത്, ഒരു കത്തയച്ചത്, അജ്ഞാതമായ കത്തയച്ചത്. അതിൽ ശ്രീമതി ടീച്ചറുടെ മകനാണ് അവിടെ കൊലപാതകം നടത്തിയിട്ടുള്ള ഈ കുട്ടിയെ, കവിയൂർ കേസിലെ അനഘ എന്ന് പറയുന്ന സുന്ദരിയും നർത്തകിയുമായ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ആ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ പത്രസമ്മേളനം നടത്തിയത്. എന്താ പത്രസമ്മേളനം നടത്തിയത്? ഈ അനഘ കന്യകയാണെന്നാണ്. മാത്രമല്ല നാരായണൻ നമ്പൂരിയും കുടുംബവും, കവിയൂരിലെ നാരായണൻ നമ്പൂരിയും കുടുംബവും ആത്മഹത്യ ചെയ്തു എന്ന് അവർ പറഞ്ഞു. മാത്രമല്ല ഈ കുട്ടി കന്യകയാണെന്ന്. പക്ഷെ രണ്ടും പൊളിഞ്ഞു. കന്യകയല്ല, ആ കുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തവണയില്ല, പലതവണ. മാത്രമല്ല ആ ദിവസം അവിടെ ആ കുട്ടീൻ്റെ രഹസ്യഭാഗത്ത് സ്പേം ആൻഡ് സ്പെർമോറ്റോസോവ, ശുക്ലവും ശുക്രസ്രാവവും കണ്ടെത്തിയിട്ടുണ്ട്. അത് DNA ടെസ്റ്റിന് അയച്ചെങ്കിലും നമ്മുടെ DIG ശ്രീലേഖയുള്ള ആളുകളുടെ ഇടപെടൽ കാരണം അത് അട്ടിമറിക്കപ്പെട്ടു. ഇതുവരെ DNA ടെസ്റ്റ് നടത്തിയില്ല. അത് പരിശോധിക്കാൻ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഈ DIG ശ്രീലേഖ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥയായ ഒരു നാള്, അവരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നിരുന്നത്. അങ്ങനെയുള്ള അട്ടിമറികൾ പോലീസ് വിചാരിച്ചാൽ ഏത് സ്ഥലത്തും നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എന്ന് പറയുന്നത് പോലീസിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന ഒരാളാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം P. ശശിയാണ്. അതിനുള്ള ധാരാളം തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ തന്നെ 99 അർദ്ധരാത്രി എന്നെ ആ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ് P. ശശി. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. സത്യം മാത്രമാണ് ചെയ്തത്. നീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത്. സത്യവും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു പത്രപ്രവർത്തകൻ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അന്നും ഇന്നും അതേപോലെയുള്ള നിലപാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഞാനാണ് കൊലപാതകമാണെന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് ഇത് കൊലപാതകമാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും തെളിവായി വന്നിട്ടുള്ള രക്തക്കറ തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ നവീൻ ബാബുവിന് ദിവ്യ കൊട്ടേഷൻ ടീം തട്ടിയെടുത്ത ശേഷം ദിവ്യയുടെ അടുത്ത് കൊണ്ടുപോയി മുഖത്തടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ദിവ്യ തന്നെ പറയേണ്ടി വരും. എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പുറത്ത് പറയുന്നത്. അത് വീട്ടിൽ വെച്ചിട്ടാണോ കാറിൽ വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. ദിവ്യയുടെ വീട്ടിൽ വെച്ചിട്ടാണോ, വേറെ വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണോ, ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണോ, ഏതെങ്കിലും ഗുണ്ടാ മാഫിയൻ്റെ തലവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണോ എന്നൊക്കെ നമ്മൾ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ആദ്യത്തെ ഒരു സുപ്രധാന തെളിവാണ് രക്തക്കറ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇൻക്വസ്റ്റ് രേഖ എന്ന് പറയുന്നത് ആധികാരികമായ രേഖയാണ്. മറ്റുള്ള നമ്മളോട് വിവരം അറിയിക്കുന്ന ആളുകൾ തരുന്ന വിവരങ്ങളാണ്.
അപ്പോൾ ആ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നാളെ 12-ാം തീയതിയാണ്. നാളെ തീർച്ചയായും വലിയ തോതിലുള്ള ഒരു വാദം മഞ്ജുഷയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഗവൺമെൻറ് കണ്ടില്ലേ ഇപ്പോൾ ആത്മഹത്യയാണ്, CBI അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അവർ പറഞ്ഞ എന്താ? മഞ്ജുഷയുടെ കൂടെയാണ്, മഞ്ജുഷയുടെ കുടുംബത്തിൻ്റെ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ MV ഗോവിന്ദനും MV ജയരാജനും പിണറായി വിജയനും എവിടെ? ഇന്നേ വരെ ആ പിണറായി വിജയൻ ആ കുടുംബത്തെ വിളിച്ച് ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിൽ എവിടെ എന്തുണ്ടായാലും അവിടെ പോയി ചെന്ന് വലിയ ആളായി നെളിയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കുടുംബത്തോട് ഒരു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഒരു കൃത്യമായി അനുശോചനം പറയാത്തത്? അതിൻ്റെ അർത്ഥം തന്നെ പിണറായി വിജയൻ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഏത് പ്രതികാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒതുങ്ങാത്ത ആളുകളുടെ അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കേരള പോലീസ് അന്വേഷണത്തെ ഇവിടെ എത്തില്ല. CBI അന്വേഷണം ഈ വിധത്തിലല്ല വേണ്ടത്, ഹൈക്കോടതി നിരീക്ഷണത്തിൽ വേണം. നന്ദി, നമസ്കാരം.